നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മെഡിക്കൽ റെപ്പായ ഹരീഷ് കുമാറിനാണ് 27 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിക്ക് ശേഷം ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും ദുഃഖകരമായ വസ്തുത, പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ ഏറ്റവും ശക്തമായ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത്. എന്നിട്ടും പ്രതിക്ക് ജാമ്യം ലഭിച്ചു. എങ്ങനെ? ഈ ചോദ്യത്തിന് ഉത്തരം കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീന കുമാരി പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നതിനെ എതിർത്തില്ല. അന്വേഷണം പൂർത്തിയായെന്നും ഇനി ഈ പ്രതിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ലെന്നും ഒക്കെയുള്ള ഒരു നിലപാടാണ് ഗീന കുമാരി സ്വീകരിച്ചത്. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കടുത്ത എതിർപ്പുള്ള ഒരു കാര്യമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരും പബ്ലിക് പ്രോസിക്യൂട്ടറും രണ്ട് തട്ടിലാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇതോടുകൂടി മറ്റു പ്രതികളും വൈകാതെ ജാമ്യത്തിൽ പുറത്തിറങ്ങും എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഗീന കുമാരിയുടെ കാലാവധി പൂർത്തിയാകാനിരിക്കെയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവർ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന പദവിയിൽ നിന്ന് പുറത്ത് വരും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവർ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിനെതിരെ അപ്പീൽ പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്. മുൻ SFI നേതാവും തീപ്പൊരി ഇടതുപക്ഷ പ്രാസംഗികയുമായ ഗീന കുമാരി തൻ്റെ ആ പബ്ലിക് പ്രോസിക്യൂട്ടർ പദവിക്ക് യോജിച്ച ഒരു കാര്യമല്ല ചെയ്തിരിക്കുന്നത് എന്ന വിലയിരുത്തലാണ് പൊതുവെ ഉയരുന്നത്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിനെ മറികടന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ തികഞ്ഞ നിഷ്ക്രിയത്വം പാലിച്ചുകൊണ്ട് അന്വേഷണം പൂർത്തിയായെന്നും പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നതിൽ തെറ്റില്ല എന്നുമുള്ള നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത്. ഇത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെ. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഈ അപ്രതീക്ഷിത സമരവീര്യം, പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രകടിപ്പിച്ച ഈ അപ്രതീക്ഷിത സമരവീര്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. അവർ സത്യത്തിൽ എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ വല്ലാതെ അന്തം വിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. റെയ്ഡിനെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച മറ്റ് കേസുകൾ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇവിടെ ഈ കേരളത്തിൽ, അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ പറയുന്ന പ്രബുദ്ധ കേരളത്തിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതിക്ക് അനുകൂലമായ രീതിയിൽ, അതായത് സർക്കാർ വക്കീൽ പ്രതിക്ക് അനുകൂലമായ രീതിയിൽ നിലപാട് സ്വീകരിച്ചത്. സത്യത്തിൽ അത് ഞെട്ടിക്കുന്ന സംഭവം തന്നെ. നമുക്കറിയാം, ബംഗാളിൽ ഇ.ഡിയെ ആക്രമിച്ചു എന്ന കേസിൽപ്പെട്ട ഷാജഹാൻ ഷെയ്ഖ് എന്ന തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ 850ഓളം ദിവസങ്ങളായിട്ട് ജയിലിൽ കഴിയുകയാണ്. അങ്ങ് സുപ്രീം കോടതി വരെ പോയിട്ട് പോലും ആ ഷാജഹാൻ ഷെയ്ഖിന് ജാമ്യം ലഭിച്ചില്ല. ഇവിടെ ഈ ജില്ലാ കോടതിയിൽ നിന്ന് തന്നെ ഈ കേസിൽ, അതായത് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അവരുടെ വാഹനം തല്ലി തകർക്കുകയും അവർക്ക് നേരെ ചുടുകട്ട എറിയുകയും അതുപോലെ ചീമുട്ട എറിയുകയും ഒക്കെ ചെയ്ത ഒരു സംഘം ക്രിമിനലുകൾക്ക്, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെന്ന വ്യാജേന അക്രമം അഴിച്ചുവിട്ട ഒരു സംഘം ക്രിമിനലുകൾക്ക് ജാമ്യം കിട്ടാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ ഒത്താശ ചെയ്തിരിക്കുന്നു എന്നത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഈ പറഞ്ഞ മുൻ SFI തീപ്പൊരി പ്രാസംഗികയ്ക്ക് ഉണ്ടചോറിന് നന്ദി കാണിക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രോസിക്യൂട്ടറുടെ ഔദ്യോഗിക പദവി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ പോലും അവർ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് എന്തിന് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ഒരു സർക്കാർ വക്കീലായിരിക്കെ നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ട ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ അതിൽ നിന്നും ഒളിച്ചോടി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും.
എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മറ്റു പ്രതികൾക്ക് ഇത് വലിയ ആവേശം നൽകുന്നു. അവരും ഈ സമാനമായ രീതിയിൽ പുറത്തിറങ്ങാൻ ശ്രമിക്കും. ഈ ഒരു പ്രതിക്ക് ജാമ്യം കൊടുത്ത സ്ഥിതിക്ക് മറ്റു പ്രതികൾക്കും ജാമ്യം കൊടുക്കേണ്ടി വരും കോടതി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിനെതിരെ തീർച്ചയായിട്ടും മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ബംഗാളിൽ ഇ ഡിയെ ആക്രമിക്കുക എന്ന് പറയുന്നത് നിസ്സാര വകുപ്പുകളല്ല ചുമത്തിയിരിക്കുന്നത്. ഇവിടെ ആ വളരെ ഗൗരവകരമായ വകുപ്പുകൾ ചുമത്തിയിട്ട് പോലും പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഈ നിഷ്ക്രിയത്വം, നിരുത്തരവാദപരമായ നിലപാട് ആണ് 9-ാം പ്രതിക്ക് ജാമ്യം കിട്ടാൻ കാരണം എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം. എന്തായാലും ഗീനാകുമാരിയുടെ ഈ പ്രവൃത്തി മേൽക്കോടതികളിൽ ചോദ്യം ചെയ്യുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നമ്പർ 1 കേരളത്തിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ നിയമവാഴ്ചയ്ക്ക് വലിയ വിലയൊന്നുമില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഇവിടെ മാർക്സിസ്റ്റുകാരനാണെങ്കിൽ, കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അയാൾക്ക് എന്ത് അക്രമവും ചെയ്യാം, ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളതാണ് സ്ഥിതി. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഒരു കാലത്ത് ചെയ്തിരുന്നത് അതാണ്. അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നീണ്ട 34 വർഷം അവിടെ പിന്തുടർന്നിരുന്നത് അതാണ്. അത് കേരളത്തിലും ഇപ്പോൾ അവർ ഭരണത്തിലില്ലെങ്കിൽ പോലും, അതായത് വെറും 35 സീറ്റുകളുമായിട്ട് ഇടതുപക്ഷം പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ പോലും അവർ വിചാരിക്കുന്നത് പോലെ, അവർ ലക്ഷ്യമിടുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഇത് സംസ്ഥാന സർക്കാരിനും വലിയ നാണക്കേടാണ്, ഒട്ടും ഭൂഷണമല്ല. ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്തേക്ക് രാഷ്ട്രീയത്തിന് അതീതമായി നിയമവാഴ്ച ഉറപ്പുവരുത്തുന്ന, ഭരണഘടനയിൽ പൂർണ്ണ വിശ്വാസമുള്ള ആൾക്കാരെ വേണം നിയോഗിക്കാൻ എന്നുള്ളതിന് ഒരിക്കൽ കൂടി ഈ ഒരു സംഭവം പാഠമായിരിക്കുകയാണ്, മാതൃകയായിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടായിസം കേരളത്തിൽ അനസ്യൂതം തുടരുന്നു. അതിന് യാതൊരു തരത്തിലുള്ള വെല്ലുവിളികളും ഉയർത്താൻ നിയമ സംവിധാനത്തിന് പോലും കഴിയുന്നില്ല എന്ന അതീവ ദുഃഖകരമായ വസ്തുതയാണ് ഈ അവസരത്തിൽ നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നത്.